ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെലർ. റെഫറി കൊടുത്ത ഫ്രീ ത്രോയിൽ രണ്ടാമത്തേത് മിസ്സാവുന്നില്ല. സോ പോയിന്റ് നേടുന്നു. അത് കഴിയലും ടൈം അപ്പ് ആയത് കാരണം മാച്ച് അവസാനിക്കുന്നു. 42-42 എന്ന സ്കോറിൽ മാച്ച് ടൈ ആവുന്നു. യുവാൻ പോകാൻ നിൽക്കുന്ന സമയത്തും ഷെൻഷൻ ആ പെൻഡന്റിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബോക്സു, നീ കാരണമാണ് എനിക്ക് ആ പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോൾ ബോക്സ് സീറോവിനെ നോക്കുന്നു. നിന്റേത് ലോ ഐക്യു ആയത് കാരണം ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നു. നീ നിന്റെ എക്സ്പ്രഷൻ വെച്ച് പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. അത് കേൾക്കുന്നതും ബോക്സ് വേറൊരു എക്സ്പ്രഷൻ ഇടുന്നത് കണ്ട് ഷെൻഷൻ, ശരി ശരി നീ ഫ്രഷ് ആയി വാ, നിന്റെ കൂടെ ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫാൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഷെൻഷനും ബോക്സും പുറത്തേക്ക് വരുന്നു. അവിടെ ഒത്തിരി ഫാൻസ് ഉണ്ട്. അവരെല്ലാവരും ബോക്സുവിന്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. സൂയിസൈഡ് ചെയ്യാൻ നോക്കിയൊരു ഫാൻ ഉണ്ടായിരുന്നില്ലേ, ആ ഫാനിന്റെ അമ്മ അങ്ങോട്ട് വന്ന് വേറൊരു ഫാനിനോട്, നീ ഇതൊക്കെ ചേർത്തിട്ട് മൂന്നാമത്തെ തവണയല്ലേ ഫോട്ടോ എടുക്കുന്നേ എന്ന് ചോദിക്കുന്നു. വേറൊരു ഫാനിനോട്, നീ ഓൾറെഡി 5 ബുക്കിൽ ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ചേർന്ന് ബോക്സുവിനെ ഒരുപാട് ടയേർഡ് ആക്കുന്നുണ്ട്, എത്ര തവണയോ ഓട്ടോഗ്രാഫ് വാങ്ങുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നത് ആ ഗേൾസ് എല്ലാവരും. അത് പറയാൻ നിങ്ങളാരാ എന്ന് ചോദിക്കുന്നു. ഫാനിന്റെ അമ്മ, ഞാൻ ബോക്സുവിന്റെ ഓൾഡസ്റ്റ് ഫാനാണ്, സോ എനിക്കിത് പറയാം എന്ന് പറയുന്നു. ഇതൊരു അടിയിലേ തീരൂ എന്ന് കണ്ട് ഷെൻഷൻ, ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇനിയും അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് ഫാൻസിനോട് താങ്ക്സും പറഞ്ഞ് അവർ കാറിലേക്ക് കയറുന്നു. അവർ ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ ഫാൻ ഗേളിന്റെ അമ്മയും ചാടിക്കയറി ഇരിക്കുന്നുണ്ട്. ബോക്സുവിനോട് ആ കാറൊക്കെ നോക്കി, എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്, ഇതുപോലൊരു കാറിൽ ഞാൻ ഇത്രയായിട്ടും ഇന്നേ വരെ യാത്ര ചെയ്തിട്ടില്ല, എന്റെ മോളും ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിച്ചാൽ കോളേജിലേക്കും അവളെ കൊണ്ട് പോകാൻ പറ്റും, എല്ലാം നീ കാരണമാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നു. ബോക്സു, അവൾ നല്ല മാർക്ക് വാങ്ങിയിട്ട് കോളേജിൽ പോയാൽ ഒരു ദിവസം ഞാൻ ഇനിയും അവളുടെ കൂടെ ഡിന്നർ കഴിക്കുമെന്ന് പറയണം എന്ന് പറയുന്നു. ഫാൻ ഗേളിന്റെ അമ്മ, ഈ കാര്യം അവൾ കേട്ടാൽ അവൾ ഇനി ബുക്ക് ചെയ്ത് എഴുന്നേക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, എന്തായാലും അവൾക്ക് എൻട്രൻസ് പാസ്സാവാൻ പറ്റും, ഒത്തിരി നന്ദിയുണ്ട് എന്ന് ബോക്സുവിനോട് വീണ്ടും പറയുന്നു. ഇപ്പോൾ ഷെൻഷനും ബോക്സും വീട്ടിലേക്ക് വരുന്നു. ഷെൻഷന്റെ കയ്യിൽ ഫാൻസ് കൊടുത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതൊരു ഡോളാണ്, അതെവിടെയാ വെക്കേണ്ടതെന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ബോക്സ് ടേബിളിൽ വെക്കാൻ പറയുന്നു. ടേബിളിൽ വെക്കുന്നതും അവൾക്കൊരു മെസ്സേജ് വരുന്നു, സീറോ ആണ്, എന്റെ ന്യൂ ആൽബത്തിന് വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ സോങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നീ അത് കേൾക്കണം, പറ്റുമോ എന്നാണ് മെസ്സേജ്. ആരാണെന്ന് ബോക്സ് ചോദിക്കുന്നതും ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് ഷെൻഷൻ പതിവ് റിപ്ലൈ കൊടുക്കുന്നു. അവൾ അവിടുന്ന് പോകാൻ നിൽക്കുന്നതും ബോക്സു, നിക്ക് എനിക്ക് കുറച്ച് ഫ്രഷ് ജ്യൂസ് വേണം എന്ന് പറയുന്നു. നീ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് ഷെൻഷൻ പറയുന്നു. ബോക്സു, അത് പുതിയ ജ്യൂസറാണ്, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഷെൻഷൻ, മാനുവൽ വായിക്കുക എന്നിട്ടുണ്ടാക്കുക എന്ന് പറയുന്നു. ബോക്സു, എനിക്ക് വായിക്കാനും അറിയില്ല എന്ന് പറയുമ്പോൾ ഷെൻഷൻ, അച്ചോ എനിക്കും അറിയില്ലല്ലോ, എന്താ ചെയ്യാ എന്ന് ചോദിച്ച് അവളൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ആ ഡോളിന്റെ അയ്യിൽ വെച്ചിട്ടുള്ള ക്യാമറയിലൂടെ ക്ലബ് ലീഡറും ഫ്രണ്ട്സും കാണുന്നുണ്ട്. ഇനി ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് ഷെൻഷൻ തിരിയുന്നതും ബോക്സ് വയ്യാത്തതുപോലെ അഭിനയിക്കുന്നു. അവള് വേഗം അവന്റെ അടുത്തേക്ക് പോയി എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. അവൻ വയറുവേദന എന്ന് പറയുന്നു. ഷെൻഷൻ അവന്റെ മാരക അഭിനയം കണ്ടിട്ട് വയറിനിട്ട് 2 കുത്തൂടെ കൊടുക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ വേദനിക്കട്ടെ എന്ന് പറയുന്നു. നീ ഇങ്ങനെ കുത്തല്ലേ, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, നീ പൊക്കോ എന്ന് ബോക്സ് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ അഭിനയം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, ആ ഒരു കാര്യത്തിൽ നീ ഇനിയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഒരു അഡ്വൈസും കൊടുത്ത് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ബോക്സ് എല്ലാം ചീറ്റിപ്പോയ നിർവൃതിയിൽ എഴുന്നേറ്റ്, ആക്ടിങ് എന്റെ സ്ട്രെങ്ത് അല്ല അല്ലേ, ഞാനൊരു ജീനിയസ് ആണ്, എന്നെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും, ആക്ടിങ് അല്ലേ, അയ്യോ അമ്മേ വയറ് വേദനിക്കുന്നേ എന്നൊരു സ്റ്റെപ്പ് ഇട്ട് അവൻ അവിടുന്ന് പോകുന്നു. ഷെൻഷൻ പുറത്തെത്തുന്നതും സീറോയിന് മെസ്സേജ് അയക്കുന്നു. സോറി ഇന്നൊരു ഡേറ്റ് ഉണ്ട് എന്നാണ് അവള് റിപ്ലൈ കൊടുക്കുന്നത്. സീറോ ഈ മെസ്സേജ് കാണുന്നു. അവൻ ഷെൻഷനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കരയുന്നു. ഷെൻഷൻ ഇപ്പൊ മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിലാണ്. അവളുടെ മൂഡ് ഓഫ് കണ്ട് മിസ്റ്റർ ഗു എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ സീറോ അങ്ങോട്ടേക്ക് വരുന്നു. മിസ്റ്റർ ഗു ഷെൻഷനോട്, അതാ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലാത്ത ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ്, എന്തു പറ്റി, ഞാൻ അവന് ബ്ലാക്ക് കാർഡ് കൊടുക്കണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. സീറോ ഷെൻഷനോട്, ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിന് സോറി എന്ന് പറയുന്നു. ഇല്ലില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞ എല്ലാ കാര്യവും സത്യം തന്നെയാണ് എന്ന് അവള് പറയുന്നു. സീറോ, നീ എപ്പോഴും എന്റെ സോങ്സ് കേട്ട അഭിപ്രായങ്ങൾ പറയാറില്ലേ, അതുകൊണ്ട് അത് കേൾപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് അവൻ തന്റെ ഫോണില് റെക്കോർഡ് ചെയ്ത് വെച്ച് സോങ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഷെൻഷൻ ആ സോങ് നന്നായി കേട്ട്, നീ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിന്റെ സ്റ്റൈലിൽ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ, എന്നാൽ ഈ സോങ് മാർക്കറ്റിൽ നല്ല ഹിറ്റ് ആവുകയാണെങ്കിൽ നിനക്ക് നിന്റെ സ്റ്റൈലിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. സീറോവും, ശരിയാണ് ഞാനും അതാണ് ആലോചിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പൊ മിസ്റ്റർ ഗു സീറോവിന് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു പോകുന്നു. സീറോ പിന്നെയും അന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുവാണ്. ഷെൻഷൻ, അത് കുഴപ്പമില്ല, നീ നിന്റെ കാര്യം പറഞ്ഞു, വിഷ് യു ഗുഡ് ലക്ക് എന്ന് അവള് പറയുന്നു. ഈ സമയത്ത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടോ, വാട്ട് എ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ് ബോക്സ് അങ്ങോട്ടേക്ക് വരുന്നു. നിനക്കിപ്പോ വയറുവേദനയല്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. നീ പോയപ്പോ തന്നെ എന്റെ വയറുവേദന മാറി, മാജിക് അല്ലേ എന്ന് പറഞ്ഞ് ബോക്സു സീറോവിനെ ഒന്ന് നോക്കിയിട്ട്, ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ച് ഷെൻഷന്റെ സീറ്റിലേക്ക് ഇരിക്കുന്നു. സോ അവൾ അവിടുന്ന് മാറിയിരിക്കുന്നു. നീ എന്തിനാ ഈ റിപ്പോർട്ടേഴ്സിനെ പോലെ എന്റെ പുറകെ വരുന്നേ എന്ന് അവള് ചോദിക്കുന്നു. ബോക്സു,
അതെ, ഈ റെസ്റ്റോറന്റ് ബിസിനസിന് വേണ്ടിയിട്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത്, അല്ലാതെ നിനക്ക് വരാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോ, ഞാൻ ഇവിടെ ഉള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ സീറുവിനോട് ഞാൻ നിന്റെ കൂടെ ഒരുപാടായി ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ സമയം കിട്ടിയില്ല. ഇന്ന് നമുക്ക് 3 പേർക്കും നല്ല എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം, നമ്മൾ തമ്മിലൊരു ബോണ്ട് വരികയും ചെയ്യും എന്നവൻ പറയുന്നു. സീറോ ആണെങ്കിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയുന്നു. ബോക്സു ഹാപ്പി. എന്നിട്ട് ടെൻഷനോട് സീറോവിനെ നോക്ക്, എന്നിട്ട് നിന്നെയും. നിനക്ക് അവന്റെ അടുത്തുനിന്ന് ഇതൊക്കെ പഠിച്ചൂടെ? എനിക്ക് സീറോവിനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിനക്ക് കേൾക്കണ്ട എന്നാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം എന്നവൻ പറയുന്നു. ഞാനെന്തിനാ പോകുന്നേ? ഇവിടുന്ന് പോവേണ്ട ആള് നീയാണ് എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. അടുത്ത കസ്റ്റമർ വന്നോ എന്ന് ചോദിച്ച് മിസ്റ്റർ ഗു അങ്ങോട്ടേക്ക് വരുന്നു. ഷെൻഷനോട് എന്താ നീ എന്തിനാ എന്റെ കസ്റ്റമറിനെ വിരട്ടി ഓടിക്കാൻ നോക്കുന്നേ എന്ന് ചോദിക്കുന്നു. ബോക്സു അതെ അതെ, ഇങ്ങനെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെ നീ ഇങ്ങനെ പറഞ്ഞയക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയാ നടക്കുക എന്ന് പറഞ്ഞ് അവൻ അങ്കിളിനോട് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ഡിഷാണോ? ഞാൻ റേറ്റിംഗ് കൂടിയ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണോ എന്ന് ചോദിക്കുന്നു. അങ്കിള് യെസ് പറയുന്നു. അവൻ വേറെ ഒന്നും എടുക്കാതെ സീറോവിന്റെ തന്നെ നോക്കിയെടുക്കുന്നു. എനിക്കറിയാം നിങ്ങൾ അത്രയ്ക്ക് സ്നേഹത്തോടു കൂടെ ഉണ്ടാക്കിയ ഫുഡായിരിക്കും ഇതെല്ലാം, സോ ഞാൻ എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞ് അവൻ കഴിക്കുന്നതും അതുപോലെ തുപ്പിയിട്ട് ടിഷ്യൂ വെച്ച് തുടയ്ക്കുന്നു. ചുമ്മാതല്ല നിങ്ങളുടെ റെസ്റ്റോറന്റ് കാലിയായി കിടക്കുന്നത്, ഇങ്ങോട്ടേക്കൊക്കെ എങ്ങനെ ആരെങ്കിലും വരുക? എന്ത് ഫുഡായത്? എന്നെ ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട, എന്താ നിങ്ങളെ വല്ല ഗുണ്ടാ സംഘമാണോ സംരക്ഷിക്കുന്നത് എന്ന് ബോക്സ് ചോദിക്കുന്നതും മിസ്റ്റർ ഗു ആ ടേബിളിൽ കൈകുത്തി ഫേസ് ടു ഫേസ് നിൽക്കുന്നു. അപ്പോഴേ അവന്റെ ജീവൻ പാതി പോകുന്നു. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ശരിക്കും കേട്ടില്ല എന്ന് നല്ല ഗാംഭീര്യത്തിൽ ചോദിക്കുന്നതും അവന്റെ മിച്ചമുള്ള ജീവനും പോകുന്നു. അവൻ പേടിച്ച് നിഷ്കുവായിട്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇൻഗ്രീഡിയന്റ് പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ കുക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുക്ക് ചെയ്താ, അതായത് ഇതുപോലെ സാധനങ്ങളൊക്കെ വാരിക്കോരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ റെസ്റ്റോറന്റ് ഭയങ്കര ടൈറ്റിലായി പോവും എന്നൊക്കെ പറഞ്ഞ് അവന് ഉപദേശം കൊടുക്കുന്നു. മിസ്റ്റർ ഗു ഷെൻഷനോട് നീയാണ് ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അവളല്ലാന്ന് പറയുമ്പോ എന്നാൽ ഇവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലാക്ക് കാർഡ് എടുക്കുക എന്ന് പറയുന്നു. ബോക്സു ആണെങ്കിൽ ബ്ലാക്ക് കാർഡ് എന്ന് കേട്ട എക്സൈറ്റ്മെന്റിൽ ഇരിക്കുവാണ്. മിസ്റ്റർ ഗു നിനക്ക് ഇനി ഇങ്ങോട്ടേക്ക് കഴിക്കാൻ വരണമെന്നുണ്ടോ എന്ന് ബോക്സുവിനോട് ചോദിക്കുന്നു. ഒരിക്കലും ഇല്ല എന്ന് ബോക്സ് റിപ്ലൈ കൊടുക്കുന്നു. മിസ്റ്റർ ഗു ആ കാര്യത്തിൽ ഞാനും യോജിക്കുന്നുണ്ട്. വെൽ, ഈ കാർഡ് ആവശ്യമില്ലാത്ത കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ കാർഡ് കൊടുത്തിട്ട് ഡോർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ബോക്സു എനിക്ക് ഒരുപാട് ബ്ലാക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്, സോ ഒരെണ്ണം കൂടെ എക്സ്ട്രാ കിട്ടിയെന്ന് വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, താങ്ക്സ് എന്ന് പറയുന്നു. നീ പോകുന്നില്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോ വെൽ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം, ഞാൻ ഇപ്പോഴും ഇതൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ അല്ലെ എന്ന് പറഞ്ഞ് ആ ഫുഡ് മുഴുവൻ കഴിക്കുന്നു. അവൻ നല്ല ആസ്വദിച്ച് കഴിക്കുന്ന എക്സ്പ്രഷൻ ഇട്ട് ആ ഫുഡ് മുഴുവൻ ഇരുന്ന് കഴിക്കുന്നത് കണ്ട് സാഡ് ആയിട്ടിരിക്കുന്ന സീറോവിന് വരെ ചിരി വരുന്നു. മിസ്റ്റർ ഗുവും ഹാപ്പി ആവുന്നു. നെക്സ്റ്റ് ഡേ ലീന ഷെൻഷനോട് സംസാരിക്കുവാണ്. സോറി, നിന്നോട് ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു, നിന്റെ ഐഡിയാസ് എനിക്ക് ഇഷ്ടമായി, ഇനി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്ന് ലീന പറയുന്നു. ഷെൻഷനും ഓക്കെ പറയുന്നു. ലീന, കമ്പനിയിൽ ഒരുപാട് റൂമർ വരുന്നുണ്ട്, ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല, നീ കെയർഫുൾ ആയിട്ടിരിക്കെ, ഏജന്റിനെയും ഐഡലിനെയും ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് കോമൺ ആണ്, ഞാൻ നിനക്ക് ആ വീഡിയോ സെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്ത് ലീന അവിടുന്ന് കെയർഫുൾ ആയിട്ടിരിക്കാൻ പറഞ്ഞു പോകുന്നു. ഷെൻഷൻ അവളുടെ ഓഫീസിലേക്ക് വന്ന് ആ വീഡിയോ കാണുന്നു. ആ ഡോളിന്റെ കണ്ണിൽ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണത്. അവള് ബോക്സുവിന്റെ വയറ്റില് കളിക്ക് വേണ്ടിയിട്ട് കുത്തിയതൊക്കെ അതിലുണ്ട്. ഈ വീഡിയോ കണ്ട് അവള് ഷോക്ക് ആവുന്നു. അവള് നേരെ ബോക്സുവിന്റെ വീട്ടിലേക്ക് വരുന്നു. ഷെൻഷൻ അവിടെ മുഴുവൻ സെർച്ച് ചെയ്ത് ആ ഡോൾ എടുക്കുന്നു. അതൊരു കത്രിക വെച്ച് കട്ട് ചെയ്യുന്നു. സോ ഇവിടെ സിഗ്നൽ കട്ടാവുന്നത് കാരണം ഗേൾസ് ക്ലബ് ലീഡറെ വിളിക്കുന്നു. ക്ലബ് ലീഡർ, നമ്മൾ ആ വീഡിയോ ഇത്ര പെട്ടെന്ന് ലീക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് കിട്ടേണ്ടതായിരുന്നു, സാരമില്ല സമയമുണ്ടല്ലോ എന്ന് പറയുന്നു. ബോക്സ് ക്യാമറ കണ്ട് ഇതാരാ ചെയ്തേ? അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇന്നലെ കുളിച്ചിട്ട് തുണി കൊടുക്കാതെയാണല്ലോ വന്നേ, അതും ഇതിൽ കിട്ടിക്കാണോ എന്ന് ഷെൻഷനോട് ചോദിക്കുന്നു. ഡേയ് നിനക്ക് വിവരമില്ലേടാ, വീട്ടിൽ ആരും ഇല്ല എന്നാണെങ്കിൽ ഡ്രസ്സ് ഇല്ലാതെ ഇതിലൂടെ ഓടുവാണോ ചെയ്യുക എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. എന്റെ സ്വന്തം വീട്ടില് ഡ്രസ്സ് ഇല്ലാതെ എനിക്ക് നടന്നൂടെ? അതും നീയുള്ള സമയം നോക്കിയിട്ട് ഇനി നിനക്കും കാണാൻ വേണ്ടിയിട്ട് ആ സമയം ഞാൻ സെലക്ട് ചെയ്യണോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ഷെൻഷൻ, നീ ഒന്ന് സീരിയസ് ആവുക, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നതും ബോക്സ് അതിന് സമ്മതിക്കുന്നില്ല. അവർ ആ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആലോചിച്ചിട്ട് നിനക്ക് കുറച്ചു പോലും പേടിയില്ലേ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഒരിക്കലുമില്ല, എന്താണെന്നറിയോ, എന്റെ ഫാൻസിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവൻ എന്നെ ഹേർട്ട് ചെയ്യില്ല എന്ന് കൂളായിട്ട് പറയുന്നു. ഷെൻഷൻ, ഞാൻ ഒരുപാട് ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ട്, നിന്നെപ്പോലെ ഒരു ലോക ദുരന്തത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുപോലൊരു സാഹചര്യത്തിൽ എങ്ങനെയാ നിനക്ക് ഇത്രയ്ക്ക് കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നേ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാൻ ആരെങ്കിലും കൊന്നോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തീയിട്ടോ, എന്തേലും മോശമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തോ? ഞാൻ നിയമം ലംഘിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. ആകെ ഞാൻ ചെയ്ത കാര്യം എന്താ, എന്റെ സ്വന്തം വീട്ടിലൂടെ അണ്ടർവെയർ ഇട്ട് നടന്നു. അത് വെച്ച് അവരെന്ത് ചെയ്യാനാ? ശരി, കുറച്ചു ദിവസം വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കും, കുഴപ്പമില്ല, ആ അണ്ടർവെയർ കമ്പനിക്കുള്ള എന്റെ പരസ്യമാണെന്ന് വിചാരിച്ചോട്ടെ, ഇതൊരു കുഴപ്പമുള്ള കാര്യമേ അല്ല എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ, ഞാൻ നിന്റെ ഏജന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഈ വക ഗോസിപ്പുകളിൽ നീ ട്രെൻഡിങ്ങിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാ പ്രശ്നവും ഞാൻ ക്ലിയർ ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ ബോക്സു ആരാ എന്ന ആളുകൾ ചോദിക്കുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞ് അവള് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ട് ബോക്സു ഓക്കെ ഞാൻ
എല്ലാ കാര്യവും നിനക്ക് വിട്ടുതരുവാണ്. നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നീ ചെയ്തോ, പക്ഷെ പോലീസിനെ മാത്രം വിളിക്കരുത്. ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു പോകുന്നു. ഇവിടെ കമ്പനിയിലെ മാനേജേഴ്സ് ആൻഡ് ഡയറക്ടർ യുവിനോട് എനിക്ക് എന്തേലും ജോലി താ, എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഒരുപാട് ചോദിക്കുന്നത് കാരണം സീറുവിന്റെ അസിസ്റ്റന്റ് പുതിയ ആളല്ലേ, നീ അവളെ ഹെൽപ്പ് ചെയ്യേ എന്ന് ഡയറക്ടർ യു പറയുന്നു. അസിസ്റ്റന്റിന്റെ അസിസ്റ്റന്റോ, ഞാൻ ആദ്യമേ മാനേജർ ആയിരുന്നു, ഇനി ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്ത എന്റെ വില എന്താവും എന്നൊക്കെ മാനേജർ സൺ ചോദിക്കുന്നു. ഈ സമയത്ത് മാനേജർ സൺ ഒരു കോള് വരുന്നു. മീറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഫാൻ ക്ലബ് ലീഡർ വിളിക്കുന്നതാണ്. ഇപ്പൊ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു. ഫാൻ ക്ലബ് ലീഡർ ആ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നു. ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ ഷെൻഷന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബില്ല് കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഷെൻഷൻ വാങ്ങിയോ എന്ന് മാനേജർ സൺ ചോദിക്കുന്നു. ക്ലബ് ലീഡർ ഇല്ല, പണം മാത്രം തിരിച്ചു തന്നു എന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ ഇതിനേക്കാൾ ക്ലോസ് ആയിട്ടിരിക്കുന്നത് പോലെയാണ് എവിഡൻസ് വേണ്ടത് എന്ന് മാനേജർ സൺ പറയലും ഫാൻ ക്ലബ് ലീഡർ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ തിരിച്ച് ബോക്സോന്റെ മാനേജർ ആക്കിയിരിക്കും. ഞാനും ഫാൻ ക്ലബ് ലീഡർ ആയിരുന്ന നമുക്ക് ഒരുപാട് സമ്പാദിക്കാം എന്ന് പറയുന്നു. മാനേജർ സൺ ഇപ്പൊ ലീനയുടെ അടുത്ത് പോയി ആ ഫോട്ടോസ് എല്ലാം കൊടുക്കുന്നു. ആ ഫോട്ടോസ് എല്ലാം നോക്കി ലീനയും ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് സന്നെ പറഞ്ഞയക്കുന്നു. ഇവിടെ ഷെൻഷനാണെങ്കിൽ ഇപ്പോഴും ബോക്സോന്റെ വീട്ടിലെ വേറെ എവിടെയെങ്കിലും ക്യാമറ ഉണ്ടോന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷെ അവൻ നല്ല കൂളായിട്ട് ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുവാണ്. അവൾ ബോക്സുവിന്റെ റൂമും സെർച്ച് ചെയ്യുന്നുണ്ട്. അവന്റെ ഡ്രോയിങ് ബുക്ക് എടുത്ത് തുറക്കുന്നതും റിങ്ങിന്റെ ഡിസൈനാണ് അവൾ കാണുന്നത്. അപ്പൊ തന്നെ ബോക്സ് വന്ന് നീ എന്റെ പ്രൈവസിയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞ ആ ബുക്ക് വാങ്ങുന്നു. എന്നാ ഷെൻഷൻ നിനക്ക് വരയ്ക്കാൻ അറിയോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആ ബുക്ക് വാങ്ങാൻ നോക്കുന്നു. എന്നാ അവൻ കൊടുക്കുന്നില്ല. നിനക്ക് ഇത്ര ടാലന്റ് ഒക്കെ ഉണ്ടായിരുന്നോ, ഒരു റിങ് പോലെ ഉണ്ടല്ലോ അത്, നീയും നിന്റെ സിസ്റ്ററിനെ പോലെ ഈ പരിപാടിയൊക്കെ ചെയ്യോ എന്നൊക്കെ ചോദിച്ച് ഷെൻഷൻ അവന്റെ ശ്രദ്ധ മാറ്റി ആ ബുക്ക് വാങ്ങാൻ നോക്കുവാണ്. എന്തൊക്കെ കളി കളിച്ചിട്ടും ബോക്സും അത് കൊടുക്കുന്നില്ല. ഇപ്പൊ അവൾ അവിടെ എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സേഫ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ബോക്സും ഒരു പ്രശ്നവും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ ഷെൻഷൻ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ഞാൻ ഈ അടുത്ത മനസ്സിലാക്കിയത്. ഒരു അപ്പോയിന്റ്മെന്റിന് നീ പോയത് ഓർമ്മയുണ്ടോ, നിന്റെ ഫാൻസ് ആ ഫ്ലോർ മുഴുവൻ ബുക്ക് ചെയ്തു. പിന്നീട് നിന്റെ റൂമിലെ ടവല്, കപ്പ്, എന്തിന് ടൂത്ത് ബ്രഷ് അടക്കം സകല സാധനങ്ങളും അവരെടുത്തോണ്ട് പോയി. ആ ഹോട്ടലുകാർ പോലീസിനെ വരെ വിളിക്കാൻ നിൽക്കുമായിരുന്നു. ഇനിയും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, സോ നീ കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് അവള് പറയുന്നു. ഇത് കേട്ടതും ബോക്സ് ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി. ഇതെങ്ങനെയുണ്ട്, നീ എന്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കേ, നീ ഇവിടെ ഉള്ളത് കാരണം എനിക്ക് നല്ല സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം എന്നവൻ പറയുന്നു. അപ്പൊ എന്റെ സേഫ്റ്റിയോ എന്ന് ചോദിച്ച് ഷെൻഷൻ പോകലും ബോക്സ് അവളെ പിടിച്ചു വെച്ച് നീ എന്റെ ഏജന്റ് ആണ്, നീ പോണമെങ്കിൽ ഞാൻ നിന്നോട് പറയണം എന്ന് പറയുന്നു. ഷെൻഷൻ ഒന്നാമത്തെ കാര്യം ഞാൻ നിന്റെ ഏജന്റ് ആണ്, അല്ലാതെ ആയല്ല. രണ്ടാമത്തെ കാര്യം ഇന്ന് സംഭവിച്ച ഈ കാര്യങ്ങൾ കാരണം ഞാൻ നല്ല സ്ട്രെസ്സിലാണ്, സോ എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവള് പോകുന്നു. ഇവിടെ കമ്പനിയിൽ എല്ലാവരും ആ ഒരു വീഡിയോയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെൻഷനും ബോക്സും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ടോപ്പിക്. ഒരു കോവർക്കറിനൊഴികെ ബാക്കി എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഷെൻഷൻ അങ്ങോട്ടേക്ക് വരുന്നതും എല്ലാവരും വേണ്ടാതിരിക്കുന്നു. ഇവിടെ ബോക്സ് ആണെങ്കിൽ തന്റെ വീട്ടിലിരുന്നിട്ട് ഫാൻ ക്ലബിലെ ചാറ്റ്സ് എല്ലാം നോക്കുവാണ്. അതിലുള്ള എല്ലാവരും ഷെൻഷനെ അലക്കി പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. മാനേജർ സണ്ണ നമുക്ക് ഇഷ്ടമല്ല, എന്നാൽ ഷെൻഷന്റെ ബിഹേവിയർ വെച്ച് നോക്കുമ്പോൾ മാനേജർ സണ്ണായിരുന്നു എത്രയോ ഭേദം. എങ്ങനെയെങ്കിലും ബോക്സുവിന്റെ മാനേജറായിട്ട് മാനേജർ സണ്ണെ തന്നെ കൊണ്ടുവരണം എന്നാണ് അവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വായിച്ച് ബോക്സു എന്തോന്നടാ ഇവര് പൊട്ടന്മാരെ പോലെ ഷെൻഷനോട് ദേഷ്യം പിടിച്ചോണ്ടിരിക്കുന്നേ. ഓക്കെ, ഞാൻ ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഷെൻഷനെ സഹായിച്ചാല് അവൾക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണർ തോന്നും എന്നൊക്കെ പറഞ്ഞ് സാർ അതിനുള്ള ഐഡിയ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഷെൻഷൻ ഡയറക്ടർ യുവിനോട് സംസാരിക്കുവാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഒരിക്കലും ഇല്ല, പക്ഷേ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ ഇമേജ് ഈ ഒരൊറ്റ വീഡിയോ കാരണം ഇല്ലാതായി പോകുന്നത് കൊണ്ട് എനിക്ക് വിഷമമുണ്ട്. ഇപ്പൊ നീ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് ഡയറക്ടർ യു പറയുന്നു. ഷെൻഷൻ ഇതാരെ ചെയ്തത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഫാൻ ക്ലബ് ലീഡറിന്റെ വീട്ടിലേക്കാണ് അവള് വരുന്നത്. ക്ലബ് ലീഡർ ഷെൻഷനെ കണ്ട് ഷോക്കാവുന്നു. നിനക്ക് എങ്ങനെയാ എന്റെ അഡ്രസ് അറിയുന്നത് എന്ന് ക്ലബ് ലീഡർ ചോദിക്കുന്നു. ഞാനത് ഫാൻ ലിസ്റ്റിൽ നിന്നും എടുത്തതാണ് എന്ന് പറഞ്ഞ് ഷെൻഷൻ നീയാണ് ആ ഡോളിൽ ക്യാമറ സെറ്റ് ചെയ്തത് എന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. നീ അല്ലാന്നൊന്നും പറയണ്ട, ഞാൻ കോളേജിൽ കമ്പ്യൂട്ടർ മേജറാണ്, അതുകൊണ്ട് തന്നെ ഈ വക കാര്യത്തിൽ നീ എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്. സോ ബെറ്റർ എന്താന്ന് വെച്ചാൽ നീ എന്നോട് സത്യം പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴാണ് ഫാൻസ് ക്ലബ്ബൊക്കെ എന്തുകൊണ്ടാണ് നന്നായിട്ട് മുന്നോട്ട് പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് ഷെൻഷൻ പറയുന്നു. ക്ലബ് ലീഡർ നീ എന്നെ മാറ്റാൻ പോകുവാണോ? ഞാൻ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുത്തി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ചാവാൻ പോയില്ലേ, അതേപോലെ ഒരു മെന്റൽ ഫാനാണ് ഞാൻ എന്ന് നീ വിചാരിച്ചോ? ഞാൻ ബിസിനസിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് മാനേജർ സന്നെയാണ് വേണ്ടത്. നീ നിന്റെ പോസ്റ്റിൽ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുന്നു. ഷെൻഷൻ ഞാൻ ജോലിയിൽ നിന്ന് പോവില്ല എന്ന് പറയുന്നു. നീ സ്വയമേ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന് ക്ലബ് ലീഡർ ചലഞ്ച് ചെയ്യുന്നു. ഇവിടെ സീറോ റെക്കോർഡിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വരുവാണ്. അറിയാതെ യുവാനെ ഇടിക്കുന്നു. സോ അവളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം താഴെ വീഴുന്നു. അതെല്ലാം എടുത്തു കൊടുക്കാൻ സഹായിച്ചിട്ട് സീറോ നീ ഇപ്പോഴും സാമ്പിൾ ഡ്രസ് ഒന്നും റിട്ടേൺ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ ഒരു വലിയ പ്രോബ്ലത്തിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ മൂടേ ഇല്ല. ബോക്സുവിനെയും ഷെൻഷനെയും ചേർത്ത് റൂമർ വന്നിട്ടുണ്ട്.
ബോക്സുവിന്റെ ഫാൻസ് എല്ലാം ഷെൻഷനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് യുവാൻ പറയുന്നു. ഷെൻഷൻ ഇപ്പൊ എവിടെയാന്ന് സീറോ ചോദിക്കുന്നു. യുവാൻ അറിയില്ല എന്ന് പറയുന്നത് കാരണം സീറോ അവിടുന്ന് പോകുന്ന വഴി ഷെൻഷന് കോൾ ചെയ്യുന്നു. എവിടെയാണെന്നുള്ള സീറോവിന്റെ ചോദ്യത്തിന് കമ്പനിയിലേക്ക് വരുവാണ് എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. ഓക്കെ എന്നാ പെട്ടെന്ന് വാ, ബി കെയർഫുൾ എന്ന് സീറോ അവളോട് പറയുന്നു. ആ കോള് കട്ട് ചെയ്യുന്നതും അടുത്ത സെക്കൻഡിൽ തന്നെ ബോക്സുവും വിളിക്കുന്നു. നീ എവിടെയാ, നീ ആ ഫാൻ ക്ലബ് ലീഡറിനെ കാണാൻ പോയിരുന്നു, നീ അവളെ തല്ലി എന്നൊക്കെ പറഞ്ഞ് ആ ഫാൻ ഗ്രൂപ്പിൽ കിടന്ന് കരയുന്നുണ്ട് എന്ന് ബോക്സ് പറയുമ്പോൾ ഷെൻഷൻ ചിരിച്ചുകൊണ്ട് നോൺസെൻസ് എന്ന് പറയുന്നു. നോൺസെൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഫാൻസ് ഒക്കെ നിനക്ക് എതിരെയാണ്, എന്തുണ്ടെങ്കിലും നീ എന്നെ കോൾ ചെയ്യണം എന്ന് ബോക്സ് പറയുന്നു. ഇന്നത്തെ കാലത്ത് അതും ഈ പബ്ലിക് പ്ലേസിൽ വെച്ച് അവരെന്ത് ചെയ്യാനാ എന്ന് ഷെൻഷൻ ചോദിക്കുന്നതും ഫാൻസ് അങ്ങോട്ട് വന്ന് അവളെ വളയുന്നു. അതിലൊരു ഗേള് ഹേയ് ഷെൻഷ എന്ന് പറയുന്നത് കേട്ട് ബോക്സു ഹലോ എന്താ പറ്റിയ എന്ന് ചോദിക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.